വെൽക്കം ബാക്ക് ടു അൺസ്ക്രിപ്റ്റഡ് ലൈഫ്. പല ദിവസങ്ങളിലായി എടുത്ത വിശേഷങ്ങൾ ഒറ്റ വീഡിയോയിൽ കൊണ്ടുവരുന്നു. ഇന്നത്തെ തുടക്കം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നാകട്ടെ. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിൽ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്ന്. ദ്രാവിഡ ശൈലികളുടെ സങ്കരമാണ് ഈ ക്ഷേത്ര നിർമ്മിതി. കല്ലിലും ഓടിലും തീർത്ത ദ്രാവിഡ കേരളീയ ക്ഷേത്ര മാതൃകകളുടെ ഒരു മനോഹര സങ്കരമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. 1000-ലധികം വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്നു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലദൈവമാണ് ശ്രീ പത്മനാഭസ്വാമി. ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ അനന്തശയന ഭാവത്തിൽ ആദിശേഷന്റെ പുറത്തുറങ്ങുന്ന വിഷ്ണു ഭഗവാനാണ്. പിന്നെ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം തേജുവിന് ഓണക്കോടി എടുക്കാനായിട്ട് സ്റ്റുഡിയോ ഷോറൂമിലേക്ക് പോയി. അവന്റെ മാമന്റെ വക ഒരു ഓണക്കോടി. എന്തായാലും ഈ കോമ്പിനേഷൻ അവൻ ഇഷ്ടമായി. ഞങ്ങൾ പോയ ദിവസം കൊള്ളാം, അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. തേജുവിന്റെ ഓണക്കോടി എടുത്തതിന് ശേഷം തിരികെ വീട്ടിലേക്ക്. ഇനി നേരെ ജ്വല്ലറിയിലേക്ക്. മൂക്കുത്തി ഒടിഞ്ഞ കാര്യം ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ആദ്യം രാജേഷ് ചേട്ടനോട് കാര്യം പറഞ്ഞപ്പോൾ മടി കാണിച്ചെങ്കിലും വൈകിട്ട് പോകാമെന്ന് പറഞ്ഞു. അവസാനം മൂക്കുത്തി സെലക്ട് ചെയ്തു. ഇനി നേരെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ അവസാനം തൊഴുതു, നാരങ്ങ ദീപം സമർപ്പിച്ചു. നല്ല ദർശനവും കിട്ടി. ഇനി അടുത്ത എൻ്റെ ജോലി തേജുവിനെ സ്കാറ്റിംഗ് പ്രാക്ടീസിന് കൊണ്ടുപോകണം. തിരുവനന്തപുരം പൂജപുര ക്ഷേത്ര മണ്ഡപത്തിലാണ് പ്രാക്ടീസ് നടക്കുന്നത്. വീഡിയോ എടുക്കുന്നത് കണ്ട് ലക്ഷ്മി ചേച്ചി ഹായ് പറയുന്നുണ്ട്. ഏകദേശം 2 വർഷക്കാലത്തെ എക്സ്പീരിയൻസ് തേജുവിനുണ്ട്. അങ്ങനെ തേജുവിന്റെ പ്രാക്ടീസ് തുടങ്ങി. കഴിഞ്ഞ വർഷത്തെ ജില്ലാതല ചാമ്പ്യൻഷിപ്പിൽ തേജു മെഡലൊക്കെ നേടിയിട്ടുണ്ട്. പല ദിവസത്തെ വിശേഷങ്ങൾ ഒറ്റ വീഡിയോയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം അൺസ്ക്രിപ്റ്റഡ് ലൈഫ്.